അപ്പോൾ ഗുരുവായൂർ നിന്ന് തൊഴുത് ഇറങ്ങി ഈ സമയമായി. അപ്പോൾ രാവിലെ നമ്മൾ വന്നതാണ്. രാവിലെ ഏകദേശം ഒരു 5 മണി ആ സമയത്തേക്ക് എത്തിച്ചേർന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴാണ് ദർശനം കിട്ടി നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ അത്രയും സമയം ഗുരുവായൂർ നടക്കിൽ നമുക്ക് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏകദേശം 1 മണി സമയം വരെ അമ്പലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അമ്പലം അടച്ചിട്ടതിന് ശേഷം പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അമ്പലം തുറക്കുന്നതും അവിടുത്തെ കാര്യങ്ങളും ശുദ്ധികലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ലീഗൽ ഇഷ്യൂ മാറ്ററും വന്നത് ഹൈക്കോടതി തന്നെ പറഞ്ഞൊരു കാര്യം പ്രകാരമാണ് എന്ത് ചെയ്ത് അമ്പലം അടച്ചിടാനായിട്ടുള്ളൊരു പ്രധാന കാരണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് താരവും റീൽസിൻ്റെ തരംഗവുമായ ജാസ്മിൻ ജാഫർ പുള്ളിക്കാരി നമ്മുടെ അമ്പലക്കുളത്തിൽ പ്രവേശിക്കുകയും അവിടുന്ന് റീൽസ് ചിത്രീകരിക്കുകയും കാല് കഴുകുകയൊക്കെ ചെയ്തു എന്നുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോ ഓഫ് ദ ലാൻഡാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പ്രകാരം വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും താമസിക്കാം എന്നുള്ളതൊക്കെ ആർട്ടിക്കിൾ 19 പ്രകാരമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു ചെറിയ കാര്യമുണ്ട്. ഇതുവരെ മതപരമായിട്ടുള്ളതോ അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആ സ്ഥലത്തിന് അതിൻ്റേതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ പാലിക്കണം. നമുക്ക് എല്ലായിടത്തും ചാടിക്കയറി ഇടപെടാനോ അവിടെ കയറി ഇരിക്കാനോ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ സഞ്ചരിക്കുവാനോ കഴിയുന്നല്ല. അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവിടെ പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനോ. ഗുരുവായൂർ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ജാസ്മിൻ എന്ത് ചെയ്യണം, നേരത്തെ മുൻകൂട്ടിയൊന്ന് ഇവിടുത്തെ റൂൾസ് എന്താണ്, ഗുരുവായൂർ അമ്പലനടയിലുണ്ടായ അല്ലെങ്കിൽ അമ്പലത്തിൽ അങ്ങനെ റൂൾസ് എന്താണ്, അല്ലെങ്കിൽ അമ്പലക്കുളത്തിൽ കുളിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കാല് കഴുകിയാലുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്ന് തിരക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു, ഈ കാര്യം ചെയ്യണമായിരുന്നു. റീൽസ് ചിത്രീകരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും തെറ്റല്ല. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കണം. അതാണ് ഇന്നത്തെ ഒരു ദിവസം പകുതി ദിവസത്തോളം ഗുരുവായൂർ അടച്ചിടുകയും രാവിലെ ദർശനത്തിലേക്ക് എത്തിയ ആളുകൾക്കൊന്നും തന്നെ അമ്പലത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ദർശനം നടത്താൻ കഴിഞ്ഞില്ല. അവർക്കെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 4:30 ശേഷമാണ് അമ്പലം തുറന്നത്. ഓക്കെ, താങ്ക് യു.